ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരാൾ ഒരുങ്ങി മാറ്റി എങ്ങോട്ടൊക്കെ പോകാണ്ടോളൊന്ന് കറക്കത്തിന് ഇറങ്ങിയതാണ്. പോയി വരാണ്ട് എന്തൊക്കെ ഇതുണ്ട്, പരിപാടികളുണ്ടോക്ക്. അപ്പം പോകാല്ലോണ്ട് രാവിലെ തന്നെ എത്തിക്കണം. ഇവിടെ ഒരാള് കരിക്കുടിച്ചിന്റെ ബേജാറാണ്. ഇതൊക്കെ പല്ലേച്ചിക്കണോ? ഇത് എവിടുന്നിട്ടേ കരക്ക ഓക്ക് തിന്നാൻ കൊണ്ടുവന്ന കരക്കാണ്. കിട്ടിയിട്ടില്ല. ഒക്കെ ഓലെടുത്ത് അങ്ങനെയുണ്ട് വിധു. ഇതെന്താണ് വേറിട്ട് നിക്കണ വെച്ച ഒരു മനുഷ്യന് തരാതെ ഇട്ടടി വിട്ടിക്കാണ്. ഒക്കെ എന്റെതാണോ? അങ്ങനെണ്ട് അലയാക്കാടെ ഇതിന് കുടിച്ചൂല. ഫിയാ കുടിച്ചോ? തുള്ളി കൊത്താണ് കുടിച്ചൂല. ഓ കുടിച്ചെന്ന് മൂത്തൊക്കെ തുള്ളി കൊടുത്തല്. മൂത്തന്റെ ഇന്നിക്കുട്ടി കൊത്തലിമ്മ പോന്നെ. എന്ത് എന്താ പരിപാടി? നല്ല ഇറച്ചിപ്പൊളി. ഇജ്ജ് വരുമ്പോ നല്ല മയ്യത്തെ കട്ടൻ ചായ ഇറച്ചിയും പുളിയൊക്കെ തിന്നും ഞങ്ങള്. അതാണ് ഫോൺ കവർ തരുവോ? ഓളിന്റെ ഫോൺ കവറേര് പോകാൻ പോട്ടെ. അലയാക്കാക്ക് ഓളാണ് പോകാൻ. നല്ല മഴയുണ്ട്. കോട എടുക്കട്ടെ. കോട എന്തിനാടി? അപ്പൊ ഓല് പോകാൻ നിക്കണം. ഒരാൾക്ക് പള്ള തേഞ്ഞിക്കണ്. എന്തേ അറിഞ്ഞോ? ഇന്നലെ കൊറന്നപ്പോ തന്നെ കുടിച്ചാ മതി, അല്ലാതെ കിട്ടൂല. അവിടെ പോയിട്ടിടലാണ്. എന്തേലും കൊറന്ന വല്ല പാത്രം അല്ലാതെ ഇതിന്റെ ഈറ്റങ്ങളേരിയൊന്നും കിട്ടലടക്കൂല. ഏതായാലും പോയിട്ട് വരി. അപ്പൊ നിങ്ങളെ വ്ളോഗ് ഉണ്ടാവൂലേ? പോലത്തെ വൈകുന്നേരത്തെ വ്ളോഗ് ഓൾണ്ടാവും. കിട്ടിയപ്പമ്മ എന്തേനി അവസ്ഥ? നിങ്ങളെ ബേക്കത്തോനില്ലേ, ബേക്കിലില്ല ഒന്ന് ഇരിക്കണേ. അതിന് കരക്കിട്ടിയപ്പോ എന്തേനി അവസ്ഥ? ഒരു മനസ്സിന് തരൂലട്ടോ. ഇപ്പൊ മൂപ്പർക്ക് പള്ളം നിറഞ്ഞിക്കണേ. ഒരു പൊട്ടകളാണ്. അപ്പൊക്ക് കിട്ടിയില്ല, ഇങ്ങക്ക് ഉണ്ടോ, ഇങ്ങക്ക് മാണോ എന്നൊക്കെ ചോദിച്ചത്. അതിനു വേണ്ടി ഞങ്ങള് ഓല്ലേ ഇപ്പൊ സാറാ രമ ഓൻ്റെ ഒരു ചെറിയ സാധനമാണെങ്കിൽ ഓ ഞങ്ങൾക്കൊക്കെ തരും. മറ്റു പോണ്ട്. അപ്പൊ ഇപ്പൊ ഇത് പൊട്ടിച്ച് വെച്ചതാണ്. ഓരോരുത്തർക്ക് മാണ്ടാന്ന് തന്നതാണ്. ഞമ്മള് തിന്നിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ മൂട് മാറിഞ്ഞും വന്ന് കൊണ്ടുപോകും. എന്നിട്ട് വേഗം എന്താ നന്നാക്കണ്ടേ? അങ്ങനെ നമ്മള് കരക്കത്തീറ്റൊക്കെ കഴിഞ്ഞ് ഇനി പൂള നന്നാക്കലാണ് അടുത്ത പണി. അപ്പൊ ഇനി പൂള കേക്ക് ഞമ്മക്ക് ഈ ചെമ്പത്തേക്കണം. വേറെ കത്തില്ലേ? ഉണ്ടാവില്ല. ആരൊക്കെ ഇവിടുന്ന് കസാല ഉണ്ടോണേ? ഇതാ അങ്ങനെ നമ്മളെ പൂള വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി വെട്ടൽ കഴിഞ്ഞ് ഇനി എന്താ പരിപാടി വെച്ചാല് പൂള ഇങ്ങനെ കൊത്തി അരിയണം ചെറുതാക്കിയിട്ട്. അപ്പൊ ഞങ്ങള് ഇത് പറയണത് ഇറച്ചിയും പൂളിയും നക്കാരം. പക്ഷെ ചിലവര് നാട്ടിലൊക്കെ അതുമ്മ എന്താ പറയാ, കപ്പിയും ബീഫും. അപ്പൊ നമ്മള് ഇറച്ചിയും പൂളി എന്നാണ് പറയാ. അപ്പം പെട്ടെന്ന് പരിപാടി ഇതാക്കട്ടെ. ഇനി ഇങ്ങനെ ഇല്ല പൂള കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മള് പൂളിയും കാര്യൊക്കെ റെഡി ആക്കണിഞ്ഞത് ഒന്നും പാടെ കേകി നേരെ കുക്കർക്ക് ഇടല്ലമ്മ. തളപ്പിച്ചൂറ്റിയല്ലോ? തളപ്പിച്ചൂറ്റിയാണോ? അങ്ങനെ. അപ്പൊ അങ്ങനെ വെക്കണം. ഇനി പൂള വെന്തിട്ട് കാണാം. നന്നാക്കലും കേക്കലും കഴിഞ്ഞ് ഇറച്ചി ആ കുക്കറിൽ ഇട്ടിക്കണം. ഇനി പൂള ഈ കുക്കറിൽ ഇടണം. തിളപ്പിച്ചൂട്ടാണ്. സിഗ്നലിയാക്കിയും പോയി എന്നിട്ട് നമുക്ക് കൊടുക്കാം. നാളെ പൂള ആ വെള്ളം മതിയോ? നമുക്ക്
നമുക്കത് മൂടി കൊടുത്തുമ്പോ അതവിടെ നനക്കണ്ടേ ഉപ്പിട മഞ്ഞളിടണ്ട കുക്കറിൽ മഞ്ഞൾ കളറും നമുക്ക് അതിൽ മഞ്ഞൾ മറ്റിയില്ലേ ഉടച്ചിട്ട് ഞങ്ങളിവിടെ ഇറച്ചി വിസിലടിച്ച് വെപ്പിച്ചിരിക്കണ്. അപ്പൊ ഇറച്ചിയായി. ഇനി പൂളിമ്പാട വന്നു കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞ്. വിസിലടിച്ചാലേ പണിയുള്ളൂ. ഉമ്മ നനക്കാൻ പോയതാ. അപ്പൊ നമുക്കിത് ഇനി പൂള വെന്തിട്ട് റെഡി ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇറച്ചി ഇവിടെ റെഡി ആയിക്കണ്. നേരത്തെ വെന്തൂന്ന് പറഞ്ഞില്ലേ, കഴിക്കുന്ന വെള്ളം വാര്യ. ഇപ്പൊ ഇതാണ് ഇറച്ചി. അപ്പൊ ഇതില് പൂളി ആവട്ടെ. ആ നേരം കൊണ്ട് കുറച്ച് തിരുമ്പാണ്ട്. ഇന്നലത്തെ ചട്ടിച്ചോറ് തിന്നാൻ പോയിന്റെ കുട്ടികളും മക്കളൊക്കെ ഡ്രസ്സും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഞാൻ തിരുമ്പിട്ട് വരാൻ വന്നാ. ഇനി പൂളാവണ്ടേ. അപ്പൊ ഞാൻ പോയി തിരുമ്പട്ടെ. നമ്മളെ തിരുമ്പലും കാര്യമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് മെഷീനിലിട്ട് കൊടുക്കാണ്ട്. കാരണം എന്നാ നല്ല മഴയാണ്. ഇപ്പൊ ചെറുതായിട്ട് ഒരു വെയിൽ വരുന്നുള്ളൂ. രാവിലെ തൊട്ടേ മഴയാണ്. അപ്പൊ പിന്നെ ആ പൂളി ഇറച്ചി അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പരിപാടി വെച്ചാല് ഇനി ചോറ് കൂട്ടാനുള്ള പരിപാടിയാണ്. ചോറ് കൂട്ടാം. അടിച്ചോക്കി തുടക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ രാവിലെ കഴിച്ചിരിക്കണേ. അതുകൊണ്ട് ആ പണിയില്ല. രാവിലെ നീച്ചേക്കണ കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ആ പരിപാടി ഇല്ലല്ലോ. അപ്പൊ ഇനി ചോറ് ഊറ്റിയിട്ട് ഇനി ഇറച്ചിയും പൂളിയൊക്കെ ഉടക്കുമ്പോ കാണാം. ഞമ്മളവിടെ ഇറച്ചിയും പൂളിയും വെക്കുമ്പോ എത്തട്ട് തുള്ളിയിലാ കിടക്കേ. ഇവിടെ എന്താ പരിപാടി വെച്ചാൽ നല്ല പടം കാണണം. കഴിഞ്ഞതാണോ പടം? കഴിഞ്ഞോ? അഭിലാഷേനി പടം കഴിഞ്ഞുപോയി. എങ്ങനെ ഉണ്ടാതോ പടം? അടിപൊളിയാണോ? എന്താണ് സിനിമയില്? എന്താണ് സിനിമയിലില്ലേ? ആ പാട്ട് കഴിഞ്ഞോ? ഇത് അതിന്റെ സൗണ്ടോ? എന്താണ് ആ സിനിമത്തെ കഥ? ഇജ് കണ്ടതല്ല ഇത്രയും നേരം? എന്താ കഥ? എന്തെങ്കിലും മനസ്സിലായ സിനിമീന്ന്? ഓൻ കെട്ടിയോളെ? ഓൻ കെട്ടിയോ അഭിലാഷത്തില്? ഓന് കിട്ടിയ പെണ്ണിനെ കെട്ടിയിട്ടൊന്നുമില്ല. ഓൻ കരിയല്ലേ ലാസ്റ്റ്? ഓൻ ട്രെയിനിൽ കയറി പോവല്ലേ? എന്തിനാ ചേച്ചി കണ്ട? പിന്നെ ഇന്ന് തിരുവോണത്തിനായിട്ട് ഓൾക്ക് നല്ല കുശാലാണ്. പടവും കാര്യമൊക്കെ കണ്ടിരിക്കാണ്. ഇനി ഏതാ പടല്ലേ പിതോ? ഇനി ഏതല്ലേ? ഇങ്ങോട്ട് തല കുത്തനെ പൊടിന്ന പെട്ടെന്ന് മാറും. ഇങ്ങോട്ട് നേരെ പിടിപ്പിതാരെ ഏതല്ലേ? പോലെ ടി വി എന്നത്തെ. അങ്ങനെ നമ്മള് കാത്തുന്ന പൂളിയും കുക്കറിൽ റെഡി ആയിക്കണ്. ഇറച്ചിയും കുക്കറിൽ റെഡി ആയിക്കണ്. ഇനി നമ്മള് ഇനിയുള്ള ചടങ്ങാണ് ചടങ്ങ്. ഇനി ഇറച്ചി അടിയില് പൂള. അപ്പൊ ഒരു മണം വരാണ്ട് അല്ലേ? കുരുമുളകും കാര്യമൊക്കെ ഞങ്ങൾ ഇറച്ചിയിൽ ഇട്ടിക്കണേ. പൂള മുറിച്ചപ്പോ വലിയ ഇതില്ലേ, പക്ഷെ വന്നപ്പോ വലിയ കുഴപ്പമില്ലല്ലേ അമ്മ? ഞങ്ങൾ മറ്റേ കളക്കളക്കം തന്നെ ഉണ്ടാവും ചില പൂള. അതാണ് വിചാരിച്ചു. നല്ല ഒടയാണ് കേട്ടോ. അതാണ് അതിന്റെ രസം. പൂള ഇങ്ങനെ കടിച്ചത് രസം ഉണ്ടാവും. പിന്നെ ചിലവര് മല്ലിച്ചപ്പ് സവോളയൊക്കെ ഇടും. ഞങ്ങൾ അങ്ങനെയൊന്നും ഇടൂല കേട്ടോ. നമുക്കത് ഇഷ്ടമല്ല. അതിന്റെ ഫ്ലോ അങ്ങോട്ട് പോകും. നമുക്ക് ഇതാണ് ഇഷ്ടം. ചിലവരെ നാട്ടിൽ സവോളയൊക്കെ ഇട്ട് ഏറെ ആൾക്കാർ തിന്നലുണ്ട്. പക്ഷെ നമ്മളങ്ങനെ തിന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി ഉടച്ച് 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 കഴിഞ്ഞില്ലേ? ഇഞ്ഞിടാന് ഇഞ്ഞത്തെ എന്തമ്മ കാട്ടുക? ഒന്ന് പാടെ വിസിലായിട്ട് എന്നിട്ട് കുത്തി ഒടിച്ചു. അപ്പൊ പെട്ടെന്നാവും. അപ്പൊ ഞാൻ ഉടക്കുമ്പോ കാട്ടിത്തരാം. കുക്കറിൽ വെക്കാന്നാണ് പറഞ്ഞത്. നിങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അമ്മ ഇപ്പൊ കുത്തി ഉടക്കുക. ഞാൻ ഞങ്ങൾക്ക് മറ്റേത് ഇങ്ങനെ നല്ല ഉടഞ്ഞിങ്ങനെ കിട്ടണം. ഇത് ഗൾഫിലില്ലോലൊക്കെ വീഡിയോ കാണണമെങ്കിൽ ഓൾക്കൊക്കെ ഭയങ്കര അടങ്ങാതൊക്കെ. ചെറിയ അപ്പോ രണ്ടാമതും സോറി. അതേ ഷഫീക്ക് ചെറിയ പോലൊക്കെ ഇങ്ങനെ തിന്നുന്ന ആൾക്കാരായതുകൊണ്ടേ
അവർക്കൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണത്. അങ്ങനെ നമ്മളെ പൂളിയും കാര്യമൊക്കെ ഇവിടെ സെറ്റാക്കി തൂമിക്കുന്ന പരിപാടി ഉണ്ട്. ഉമ്മ ഇവിടെ ആദ്യം തൂമിച്ചൂല, അതിന് തൂമിച്ചിട്ടുണ്ടെന്ന് സിഫ്നിയാനോളം അവിടെ തൂമിച്ചെന്ന് പറഞ്ഞിട്ട് തൂമിച്ചാൽ ഉള്ളി ഇവിടെ അരിഞ്ഞേക്കണമെങ്കിൽ നമുക്ക് തൂമിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഉള്ളിയും കറിവേപ്പിൻ്റെ തൂമിച്ചിട്ട് നമുക്ക് മറ്റേ പൂളി ഇറച്ചി ഉടക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് ഇനി തൂമിച്ചലാണ് മെയിൻ പരിപാടി. ഇനി ഉള്ളി തൂമിച്ചിട്ട് അങ്ങനെ ഉള്ളി തൂമിച്ചിട്ട് കഴിഞ്ഞ് ഉള്ളി കുറച്ചായിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഉള്ളി ഇവിടെ ഏകദേശം ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം തൊട്ടിരുന്ന രണ്ടും പാടൊന്ന് ആവട്ടെ. ഇങ്ങനെ നമ്മൾ തൂമിച്ചത് കൊണ്ടുപോവാണ്. നമ്മൾ ഇറച്ചിയും പൂളി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങനെ ഇനി ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിത് വെല്ലൊന്നാവും. ഇനി കുളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തിന്നാനാണ്. കുട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കാണ്ട്. അപ്പൊ എന്നിട്ട് നമുക്ക് ഇനി തിന്നണ കാട്ടാം. അപ്പോ പ്ലേറ്റേക്ക് വളമ്പി വെച്ചിരിക്കണം. നല്ല ചൂടല്ലേ, ചൂടാറാൻ ഇങ്ങനെ 4 പ്ലേറ്റേക്ക് വളമ്പി വെച്ചിരിക്കണം. നമുക്ക് ഇത് കൊണ്ടേക്കണം. റിതോനില്ല ഒന്നുണ്ട് എനിക്ക്, ഉമ്മാക്ക് ഉപ്പാക്ക്. ഉമ്മയ്ക്ക് കഞ്ഞി കുടിച്ചു. കഞ്ഞി പല വകയാണ് ഉമ്മാന്റെ സ്പെഷ്യൽ. അപ്പൊ ഞാൻ പോയിട്ട് ആദ്യം കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ചിട്ട് വരാം. അപ്പൊ ഏതായാലും നിങ്ങൾ തിന്നല്ലമ്മ, ഓല് തിന്നാക്കുകയാണ്. ഇത് നല്ല ചൂടാണ്, ഓൾക്ക് ചൂടോട് കൂടി തിന്നണം. വെച്ചാൽ കുറച്ച് ചൂടാറിയിട്ട് തിന്നണം. അത് നിങ്ങൾ സെലക്ട് ആക്കി കൊണ്ടുപോയ ഓപ്ഷൻ ബി. അപ്പൊ കുളിച്ചു വന്നിട്ട് ബേം തിന്നട്ടെ. വല്യപ്പാനെ കുളിപ്പിച്ചാൻ കൊണ്ടുപോയതാ. ആദുച്ചോ എന്താ തിന്നണത്? ഇറച്ചിയോ? എങ്ങനെയുണ്ട്? കേക്കണില്ലേ? എങ്ങനെയുണ്ട്? എങ്ങനുണ്ട്? അടിപൊളി. ഓനാ തിന്നലേ ഇല്ല. ഓൻ അങ്ങനത്തെ ആലൊന്നില്ല. എങ്ങനെയുണ്ട് ഇതോ? നീച്ചു പോകണ്ടില്ലേ? അടിപൊളി. തിന്നല് ഇറ്റങ്ങളൊക്കെ തീറ്റ കറക്കാട്ടോ. അങ്ങോട്ട് കുഴച്ച് ഇങ്ങോട്ട് കുഴച്ച്. ഞാൻ കുളിച്ചാൻ പോയപ്പോ ആളെ കാണാല്ലോ, ഇവിടെ നിന്ന് തിന്നാണ് ഇപ്പൊ. രസമുണ്ടോ? രസമുണ്ടോ? അപ്പൊ ഓല് തിന്നോട്ടെ അല്ലേ? അങ്ങനെ ഇപ്പൊ ഇവിടെ തിന്നാണ്. എങ്ങനെയുണ്ട് ഉപ്പാ? പല തീറ്റ കഴിഞ്ഞേക്കണ്. കൊഴപ്പില്ലാന്നോ? രസല്ലേ? ആ എന്റെ നമ്മ ചീന ചട്ടിയൊക്കെ വെച്ച് മൂടി വെച്ചേക്കണം. അപ്പൊ ഇനി നമ്മള് ഊയാണ്. ഞാൻ തിന്നട്ടെ. ഇവൊക്കെ തിന്നു കഴിഞ്ഞില്ലേ? നമ്മക്ക് ഇനി നേരെ ഇത് മൂടണ്ടമ്മ. ഇത് നമുക്ക് അത് മൂടിയിട്ട് നേരെ നമുക്ക് തിന്നാൻ പോവാം. അങ്ങനെ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ 2 മണിന്റെ അടുത്ത് ആവാനായി. അപ്പൊ നമ്മക്ക് ഇഞ്ഞത് തിന്നോക്കട്ടെ. അപ്പൊ നമ്മളങ്ങനെ ഇറച്ചിയും പൂളിയും കപ്പിയും ബീഫൊക്കെ തിന്ന് ല്ലേ? തിന്നാത്ത ആൾക്കാർ വരെ എന്ന് തിന്നിക്കണല്ലേ? അതെങ്ങനെ ഉണ്ടായിനി? അടിപൊളി ല്ലേ ഇതോ? അപ്പൊ നിനക്ക് പറയാല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. പറയ് സലാം പറയ്. അപ്പം അസ്സലാമു അലൈക്കും.